എല്ലാവരും ഈ റിങ്ങിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണല്ലോ കൂടുതലും നമുക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മേ ബി ഇപ്പോൾ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോക്സിംഗ് സത്യം പറഞ്ഞാൽ നമുക്കൊരു അങ്ങനെയല്ല, സെൽഫ് ഡിഫൻസ് പോലെ ആണെങ്കിൽ പഠിക്കാം. ഓക്കെ, ബോക്സിംഗിൽ റിങ്ങിലുള്ളത് പോലെ തന്നെ പുറത്തുള്ളവരും ഭയങ്കരമായിട്ടുള്ള ഒരു റോള് കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും ഒക്കെ ഒത്തിരി പണിയുണ്ട്. അതെ അതെ അതെ. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഇതുവരെ കോമ്പറ്റീഷന് നല്ലൊരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല. അതെന്താ വെച്ചാല് ഒന്നാമത്തെ കാര്യം, പൊതുവെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് ഷോക്കേസ് ചെയ്യാനും, കാരണം ആരെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കോമ്പറ്റീഷൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു മൈൻഡ് ഫുൾ അവിടെ ആയിരിക്കും. അപ്പൊ എനിക്ക് ഒരാളുടെ വീഡിയോ എടുക്കണേന്നൊക്കെ പറയാൻ ആരെങ്കിലും ഒക്കെ അറിയാതൊക്കെ എടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോഴൊക്കെ അങ്ങനെ കിട്ടുന്നത്. പണ്ടൊന്നും കളിച്ച ഒരു വീഡിയോ ഇല്ല. പിന്നെ ഈ ഡിസ്ട്രിക്റ്റിൽ ഞാൻ ഇതുവരെയും കളിച്ചിട്ടുള്ള കുഞ്ഞിലോട്ട് കളിച്ചിട്ടുള്ളതിൽ ഡിസ്ട്രിക്ട് എല്ലാ ചാമ്പ്യൻഷിപ്പിലും കൂടിപ്പോ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉള്ളൂ. ഞാൻ 3 റൗണ്ടൊക്കെ കളിച്ച് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം നോക്കൗട്ട് തന്നെ ആയിട്ടുള്ളൂ. സ്റ്റേറ്റിൽ ഞാനൊരു 2012 ആണെന്ന് തോന്നുന്നു. എന്റെ ലാസ്റ്റ് ജൂനിയർ പാലക്കാട് വെച്ചിട്ട് ഞാൻ അന്ന് എനിക്ക് 4 ബൗട്ടായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഓരോ നമ്മൾ ഇപ്പൊ ഒരാളുടെ കളിക്കുന്നതിന് ഒരു ബൗട്ടാണ്, 3 റൗണ്ടിന്റെ. അപ്പൊ നമ്മളിപ്പോ പ്രീ ക്വാർട്ടർ ആണെങ്കിൽ അത് കളിച്ച് ജയിച്ചാലേ ക്വാർട്ടർ വരും, പിന്നെ സെമി ഫൈനൽ. അപ്പൊ ആദ്യം പ്രീ ക്വാർട്ടർ സെമി ഫൈനൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഈ പ്രീ ക്വാർട്ടർ തൊട്ട് ഫൈനൽ വരെയും ഞാൻ കളിച്ച എല്ലാ കളിയും ഞാൻ നോക്കൗട്ട് ചെയ്ത. ഇതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ റിങ്ങിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണല്ലോ കൂടുതലും നമുക്കൊക്കെ എന്നെ പോലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മേ ബി ഇപ്പോൾ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചിലപ്പോൾ നമുക്ക് പേടി വരാം, ചിലപ്പം നമുക്ക് അപ്പം തന്നെ ബ്ലാക്ക് ഔട്ട് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഇടി എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസ് എങ്ങനെ ഈ ബോക്സേഴ്സ് ഒക്കെ അങ്ങനെ ഉണ്ടാവാറില്ലേ? അതിന് റിംഗ് ഫിയർ എന്നാണ് അതിഥി നമ്മൾ പറയുന്നത്. റിംഗ് ഫിയർ എന്ന് പറയും. റിംഗിൽ സംഭവം ആ ഒരു പേടി, നല്ലൊരു ബോക്സർ ആണെങ്കിൽ പേടി എന്തായാലും ഉണ്ടാവും. ഈ പറഞ്ഞ എനിക്കാലും റിങ്ങിൽ ഇറങ്ങുന്ന സമയം വരെ നമ്മളെ നെഞ്ചിലൊരു ചെറിയൊരു നമുക്ക് എന്ത് സംഭവിക്കും അല്ല, നമുക്ക് ഇടിക്കാൻ പറ്റത്തില്ല, അതൊന്നുമല്ല നമ്മുടെ ടെൻഷൻ. നമ്മൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള ചെറിയ ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് ഒരു ബോക്സറിനെ സംബന്ധിച്ച് അത് ഉണ്ടാവത്തില്ല. ഞാൻ അല്ലാതെ ആദ്യമായിട്ട് കളിക്കുന്നവരാണെങ്കിൽ നല്ല പേടിയാണ്. ആദ്യമായിട്ട് റിങ്ങി ഇറങ്ങുന്നവർക്ക് നല്ല പേടിയാണ്. എന്നുവെച്ചാൽ ഇവരെങ്ങനെയാണ് ഇടി വരുന്നത്, എങ്ങനെയാണ് ഇടി കൊള്ളുന്നത് ഫേസ് ചെയ്തിട്ടില്ല, അറിയാത്ത ഒരാളൂടെ. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അറിയുന്ന ഒരാളോടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പഠിക്കുന്നതും സ്പാറിങ് ചെയ്യുന്നതല്ല. അത് അറിയാത്ത ഒരാളെ കളിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പേടി എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ കോച്ചുമാർ എത്രയൊക്കെ നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോയാലും അവരുടെ ഉള്ളിൽ എന്തായാലും ഒരു ഇത് കാണും. അപ്പൊ ഞാൻ തന്നെ സെക്കൻഡ്സ് നമ്മൾ ഈ കോച്ചുമാർ സെക്കൻഡ്സ് വെള്ളം കൊടുക്കാനൊക്കെ അപ്പൊ ഞങ്ങൾ 3 പേരാ ഒരു ആളോടെ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു റൗണ്ടൊക്കെ കഴിയുമ്പോൾ ചില പയ്യന്മാർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർക്ക് ശ്രദ്ധിക്കത്തില്ല. ഞാൻ ചെള്ളക്കി അടി കൊടുക്കുക, ഇവിടെ നോക്ക്. അപ്പോൾ അവർ അതിനകത്തൊന്നും ഓക്കെ വരത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് കളിക്കുന്ന പിള്ളേരൊക്കെ റിങ്ങിൽ നിന്ന് ഓക്കെ വരാൻ, അപ്പോൾ അവരുടെ റിങ് എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സംഭവം. ബോക്സിംഗിൽ റിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ റിങ് എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സംഭവം. ഒരു 5 വർഷം റിങ്ങി കളിച്ചൊരു പ്ലെയറും ആദ്യമായിട്ട് റിങ് കളിക്കുന്ന ഒരു പ്ലെയറും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. അവർക്ക് റിങ് ഇപ്പൊ നമ്മളെ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയത്തില്ലേ, ഹോം ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ പുതിയതായിട്ട് കളിക്കുന്നവർക്ക് വ്യത്യാസമില്ല. അപ്പൊ അതുപോലെ റിങ്ങിൽ ഒരുപാട് വട്ടം കയറി എക്സ്പീരിയൻസ്, അവർക്ക് റിങ്ങിന്റെ എല്ലാ മുക്കും മൂലം അറിയാം. അവര് ആ രീതിയിൽ നിന്ന് പെർഫോം ചെയ്യും. അപ്പൊ അവർ പേടി ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അതെങ്ങനെ? അപ്പൊ നിങ്ങൾ ഈ കോച്ചുമാർ ഇപ്പൊ കോച്ചിങ് കൂടെ ആണല്ലോ, എങ്ങനെ അത് പറഞ്ഞവരെ ഒന്ന് സെറ്റ് ചെയ്യുക? നമ്മള് എപ്പോഴും നമ്മളാണ് ബെസ്റ്റ് എന്നൊരു രീതി വെച്ചോണ്ട് അവരെ നമ്മള് എൻകറേജ് ചെയ്ത് കൊടുക്കുക, നമ്മളാണ് ബെസ്റ്റ്. അപ്പൊ മറ്റവന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമുക്ക് തന്നെ അറിയായിരിക്കും അവൻ ചിലപ്പോ ഇവനേക്കാൾ നല്ലൊരു പ്ലെയറാണ് എന്നറിയാമെങ്കിൽ പോലും നമ്മൾ ഇവനോട് പറയണ്ട, അവൻ വലിയ കാര്യമൊന്നുമല്ല, അവനിങ്ങനെ ഫോൾട്ടുകളുണ്ട്, അവന് കളിക്കുന്നതിൽ ഇങ്ങനെ മിസ്റ്റേക്കുകളുണ്ട്, നീ അത് തരണം ചെയ്ത് കളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നീയാണ് ബെസ്റ്റ് എന്നുള്ള രീതി വെച്ചോണ്ട് അതേപോലെ നമുക്ക് കോച്ചിന് ചെയ്യാൻ പറ്റുന്ന അതൊരു കാര്യമുള്ളൂ, നീയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. പിന്നെ രണ്ടാമത് നമുക്ക് ഈ സെക്കൻഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കളി വഴിതിരിച്ച് വിടാൻ ആ ഒരു കോച്ചിന് അടിപൊളിയായിട്ട് പറ്റും. എന്ന് വെച്ചാൽ കളിക്കുന്നവനെക്കാളും പുറത്തിരുന്ന് കളി കാണുന്നവർക്ക് നല്ല രീതിയിൽ കളി വാച്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാവും. അപ്പൊ ആ മിസ്റ്റേക്ക് നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അവന് തിരുത്തി കൊടുത്ത് അവനെ ബെറ്റർ ആക്കി കളിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു സെക്കൻഡ് ചേഞ്ച് ചെയ്യുന്ന കോച്ചിന്റെ ഒരു ചുമതല. സെക്കൻഡ്സ് അല്ലേ? അപ്പോൾ ഞാൻ അതിന്റെ കൂടെ തന്നെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കോച്ചായിട്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഫൈറ്റിന് ഇറങ്ങിയപ്പോഴോ പേടിച്ചിട്ട് കളി മാറ്റി വെച്ചതുണ്ടോ?
ആരുടെയെങ്കിലും ബ്രോഡ് തന്നെ അല്ല, എന്റെ കൂടെ കളിക്കാനുള്ളൊരു ആള് മാറിപ്പോയിട്ടുണ്ടോ? മാറി വെച്ചാല് പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത്, അത് ഞാൻ ആരാധന പറയുന്നില്ല, ഒരു കോമ്പറ്റീഷന്, അത് സത്യം പറഞ്ഞ ഒരു ക്ലബ് മീറ്റ് ഒരു ഫൈറ്റ് നൈറ്റ് പോലുള്ള സാധനമായിരുന്നു. ഫൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാഷ് ഇപ്പൊ അത് കുറച്ച് നാളായിട്ട് നമ്മളെ ഈ അമച്ചർ ഫൈറ്റിനകത്ത് ആ പരിപാടി നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് ആ സംഭവം നടക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്ത് സ്റ്റേറ്റ് മീറ്റ് പോലെ നടത്തും. അപ്പം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പം സാധാരണ പ്രൊഫഷണലാണ് ഈ കൂടുതലും പൈസ ഒക്കെ വെച്ച് പരിപാടി നടത്തുന്നത്. ഈ അമച്ചറിന് അങ്ങനെ കേരളത്തിൽ കുറവായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് പരിപാടി ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മളെ കൊല്ലം ജില്ലയിൽ വെച്ചുണ്ടായിരുന്നു, ബീച്ചിലൊക്കെ വെച്ചുണ്ടായിരുന്നു, CPM-ന്റെ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു മാച്ച് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് പുള്ളിക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്, അപ്പൊ നീ ഒന്ന് തോറ്റു കൊടുക്കാവോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കിട്ടുന്ന ക്യാഷ് പ്രൈസും തരാം, തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ തോറ്റു കൊടുക്കത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒരു അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് പുള്ളി ഇടിക്കാതെ പുള്ളിക്കും കൂടെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല, എങ്കിൽ പോലും ചെയ്തു തരാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അപ്പൊ അവര് പറഞ്ഞാൽ ശരി എങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളി വന്ന് ഭയങ്കരമായിട്ട് ഇടിക്കുന്നു. അപ്പൊ ഞാൻ ഇതെന്താ, പിന്നെ ഞാൻ പിന്നെ ഒരുപാട് സമയം എടുത്തില്ല, ഒരു 15 സെക്കൻഡ് പുള്ളി ഇങ്ങനെ ഇടിച്ചു. ഏകദേശം ഒരു 10-60 സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ കളി സ്റ്റോപ്പ് ചെയ്തു. പുള്ളി തന്നെ കളി സ്റ്റോപ്പ് ചെയ്തു. ഇതില് പേടി ഒരു വലിയ ഘടകം തന്നെയാണല്ലേ. ചില ആൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്യാന്നുള്ളത്, പ്രോപ്പറായിട്ട് ബോക്സിംഗ് ട്രെയിനിങ് ചെയ്യാതെ റിങ്ങിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. റിങ്ങിൽ ഇപ്പൊ ഈ നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡാ ഒക്കെ പറഞ്ഞാല് ബോക്സിംഗ് കോച്ചിങ്, ബോക്സർ എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ്. ഇവര് ഒരു 10 ദിവസം 20 ദിവസം ബോക്സിംഗ് പഠിച്ചിട്ട് പോയി ബോക്സിംഗ് കളിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഇടിക്കാൻ അറിയായിരിക്കും, പക്ഷെ ഇടിക്കാൻ അറിയാവുന്ന ചിലപ്പോൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ വരെയൊക്കെ എത്തുമായിരിക്കാം. പക്ഷെ ഒരു നല്ലൊരു ബോക്സറിന്റെ കൂടെ ബോക്സിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ MMA ചെയ്യുന്നവരായാലും കിക്ക് ബോക്സിംഗ് ചെയ്യുന്നവർ ആരായാലും ബോക്സിങ്ങിന് അത്യാവശ്യം നല്ല സ്കില്ലുള്ളൊരു ഗെയിം ബോക്സിംഗ് എന്ന് പറയുന്നത്, പ്രോപ്പർ ബോക്സിംഗ്. അപ്പൊ നല്ലൊരു ബോക്സറിന്റെ കൂടെ മറ്റുള്ള ഒരു മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാൾക്ക് ബോക്സ് ചെയ്ത് നിൽക്കാൻ, അവർക്ക് ചിലപ്പോൾ കാലുകൊണ്ട് കിക്ക് ചെയ്യാം, അതെല്ലാം പറ്റും. പക്ഷെ ബോക്സ് ചെയ്ത് നിൽക്കാൻ പാടാം. അതിന് ബോക്സിംഗ് നല്ല രീതിയിൽ ബേസിക് തൊട്ട് നല്ല രീതിയിൽ പഠിക്കാൻ തന്നെ വേണം. അപ്പൊ ഇത് ബോക്സിംഗ് പഠിച്ചിട്ട് നമ്മൾ റിങ്ങിൽ ഇറങ്ങി നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം റിങ്ങിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ ഇറങ്ങരുത് എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, അല്ലാതെ ഇറങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ ചില കോച്ചുമാര് ഇറക്കും എക്സ്പീരിയൻസ് വേണ്ടി, അവര് റിങ് എന്താണെന്ന് അറിയട്ടെ. പക്ഷെ അങ്ങനെ അറിയണമെങ്കിൽ പോലും അവരെ നമ്മൾ പുറത്തിട്ട് ഒരു നല്ല രീതിയിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജാബും ക്രോസ് 2 പഞ്ചെങ്കിലും പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് അവർ 2-3 വട്ടങ്ങൾ നമ്മളെ കൂടെ ഉള്ള ആളുകളോട് തമ്മിൽ ഇടിപ്പിച്ച് അവർ ഇടി കൊണ്ടിട്ട് ഇടി എന്താണെന്ന് അവർക്ക് അറിയണമല്ലോ, എന്നിട്ട് റിങ്ങിൽ ഇറക്കാന്നുള്ളത്. ചില പിള്ളേർ വന്നിറങ്ങി കഴിയുമ്പോൾ ഇടി കൊള്ളുമ്പോൾ ഇവർ ആദ്യം അറിയുന്നത് ഇതാണോ ഇടിയെന്ന് അറിയുന്നത്. അപ്പൊ തന്നെ ഒരു നിർത്തി പോവാ. അപ്പൊ അത് അവർക്ക് ബോക്സിങ്ങിന് തന്നെ സത്യം പറഞ്ഞ ഒരു നാണക്കേടാണ്, അവർക്കും ഒരു നാണക്കേടാണ്. അപ്പൊ അതിലും ഭേദം കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലത്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ക്രിക്കറ്റ് ആയിരിക്കും. ഈ ക്രിക്കറ്റ് പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സ്പോർട്സിനൊന്നും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പിന്നെയും എനിക്ക് തോന്നുന്നു ഹോക്കി ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അങ്ങനെ കുറച്ച് സ്പോർട്സിനും ചെസ് കാര്യങ്ങൾക്ക് അങ്ങനെയും കുറച്ച് സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബോക്സിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്രമേൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആസ് എ ബോക്സർ? ഇല്ല. അതിന്റെ ഒരു എന്ത് തോന്നുന്നു, മറ്റേ ഒരു വലിയ സമരം തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് മെഡലിന്റെ കാര്യത്തിൽ. എന്നാലും എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? നമ്മുടെ നാട്ടിലെ കാര്യം കൂടെ എന്താണ് അതിന്റെ ഒരു നിലവിലെ അവസ്ഥ? ഇപ്പോഴും ബോക്സിംഗ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഡെവലപ്മെന്റ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ ഇഷ്ടംപോലെ ടീം കളിക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ടീമിനൂടെ പോയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും പിള്ളേര് റിസർവേഷൻ പോലും ഇല്ലാതെ കളിക്കാൻ പോകുന്നുണ്ട് ബോക്സിംഗ് മാത്രമായിരിക്കത്തില്ല, അപ്പൊ വേറെ ഗെയിമുകൾ. ഞാൻ ബോക്സിങ്ങിന്റെ കാര്യം പറയുന്നത്, പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. അവർ പോകുന്നവര് മെഡലും കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും തിരിച്ചും അവരും റിസർവേഷൻ പോലും ഇല്ലാതെ തന്നെ ആ മെഡലും കിട്ടിയവരും
ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ചോദിക്കാനും ഒരു റീസൺ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരിക്ക് ആക്ച്വലി ഇന്റർനാഷണൽ ഇതൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സ്പോർട്സിനാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ടീമിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് മുമ്പ് അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിക്കറ്റിനാവുമ്പോൾ, ക്രിക്കറ്റിനൊന്നുമല്ല ഞാൻ ക്രിക്കറ്റിനെ കുറ്റം പറയണതല്ല, എല്ലാ സ്പോർട്സിനും അതിൻ്റേതായിട്ടുള്ളൊരു ഈക്വൽ റെസ്പെക്ട് കിട്ടണം, എന്നാലാണ് നമ്മുടെ നേഷനും കുറച്ചും കൂടെ ബെറ്റർ ആവുള്ളൂ. അപ്പം എസ്പെഷ്യലി ബോക്സ്, അത് എന്തായിരിക്കും അതിനൊരു റീസൺ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു മെഡൽ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് കപ്പുകൾ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മളൊരു സത്യം പറഞ്ഞാൽ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഡെവലപ്മെന്റ് കിട്ടുന്നു. അതെ അതെ. ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിന് തന്നെ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ബ്രോനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു സ്ഥലത്ത് ഇത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് വിളിച്ചു നോക്കി ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോൾ ഈ റിംഗ് ഉള്ള സ്ഥലങ്ങൾ തന്നെ ഭയങ്കര കുറവാണ് കേരളത്തിൽ. അതങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില്? അതെ. അപ്പൊ ഇതിന്റെ ഈ ഇപ്പൊ നിങ്ങൾ ഈ പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴും അത് ഒരു പ്രശ്നം തന്നെയല്ലേ? അതെ. ഇപ്പം നമ്മളെ ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ നല്ല റിങ്ങുള്ള 2 സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ബോക്സിംഗ് അക്കാഡമി പെരിനാട് എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ അക്കാഡമി അതാ. പിന്നെ അതിനുശേഷം കൊല്ലത്ത് റിംഗ് ഉള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞ പഞ്ച് എന്ന് പറഞ്ഞ പ്രൊജക്റ്റില്ല, ഞങ്ങളെ പ്രൊജക്റ്റില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ പഞ്ചിന്റെ റിംഗിൽ വെച്ചാൽ നടത്താറ്. അല്ലാതെ മറ്റുള്ള സ്പോർട്സ് കൗൺസിലിൽ പോലും റിങ്ങുകളില്ല, ഭയങ്കര ചുരുക്കമായിട്ട്. ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു റിംഗ് ഇപ്പൊ ട്രെയിനിങ് റിംഗ് ഉള്ളത് ജീവിരാജയില് റിംഗ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സൺസിനൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ ഈ റിംഗിൽ ഇറങ്ങി ഇപ്പം എന്താ പറഞ്ഞാലും ആ സ്ഥലത്ത് ഇറങ്ങി കളിച്ചാലാണല്ലോ നമുക്ക് ഈ സംഭവം എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ആവുള്ളൂ. അപ്പം എന്ത് തോന്നുന്നു, ഇപ്പം ഓൾറെഡി ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ അവരോടൊക്കെ പറയാറുണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ? അപ്പം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റില് ഉണ്ട്. അപ്പം ഈ കൗൺസിലുകളിൽ ഇപ്പൊ ഇല്ലാത്ത, ഇപ്പൊ അവര് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തെന്നുള്ള റീസൺ ആണ് കോച്ചുമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കൊല്ലത്ത് തന്നെ ഒരുപാട്, കൊല്ലത്ത് ഇഷ്ടംപോലെ നാഷണൽ മെഡൽ വന്ന ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ബോക്സിങ്ങിനുള്ളതാണ്. അപ്പൊ സായിൽ റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ കൊല്ലം സായിൽ ബോക്സിംഗിൽ ഇല്ല. ഇപ്പൊ കൊല്ലം സായിൽ ബോക്സിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. എന്താ റീസൺ? റീസൺ എനിക്കറിയില്ല എന്താ കറക്റ്റാണ്. ഇപ്പൊ ഞാൻ 2015 വരെ കൊല്ലം സായിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2018-17 വരെ അവിടെ ബോക്സിംഗ് ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ കേരളത്തിൽ ഒരു സായിലും ബോക്സിംഗ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ അതാ ആലോചിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ മറ്റു ജില്ലകളിലുള്ളവർക്ക് ഇതിലും കാലം കഷ്ടമായിരിക്കുമല്ലോ അവരുടെ അവസ്ഥ. അയ്യോ, അതൊരു പാടാണ്. എന്നിട്ട് നമ്മളെല്ലാരും പറയുന്നത് ഇപ്പൊ ഈ പല സ്ഥലത്തും കോമ്പറ്റീഷന് പോയിട്ട് കിട്ടാതെ വരുമ്പോ എല്ലാരും കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ് അല്ലേ? റിംഗ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഒരു ബോക്സിംഗ്, ഒരു ഫുട്ബോൾ കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം, ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം എന്ന് പറയുന്ന പോലെ ബോക്സിംഗ് ചെയ്യാൻ ഒരു റിംഗ് വേണം. അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സിന്റെ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ആക്ച്വലി വരേണ്ടതാണ് അല്ലേ? ഓക്കെ. എന്നാലും ഇപ്പോൾ നമ്മൾ ബോക്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് വീണ്ടും ഒന്ന് സിനിമയിലേക്ക് തന്നെ വരാം. ഇതൊരു റൗണ്ട് പോലെ കണ്ടാൽ മതി കേട്ടോ. ഇത് ഫൺ. അപ്പം ബ്രോയ്ക്ക് സിനിമയും കൂടെ ആണല്ലോ ഇഷ്ടം. ബ്രോ നായകനാവാൻ പോവാണോ ബോക്സിങ്ങിന്? അത് ഏത് ഭാഷയിൽ വേണമെന്നുള്ളത് ബ്രോയ്ക്ക് തന്നെ തീരുമാനിക്കാം. വില്ലനായിട്ട് ഇട്ടിക്കാരൻ ബോക്സറാണ് വരേണ്ടത്, ആരെ വെക്കും? മലയാളത്തിൽ നിന്നാവാം, ഇംഗ്ലീഷിൽ നിന്നാവാം, ഹിന്ദിയിൽ നിന്നാവാം, എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. ഇത് റാപ്പിഡ് റൗണ്ടാണ്, സിറ്റുവേഷൻ ആയിട്ട് ചുമ്മാ ആരെ വേണമെന്നാണ് ആഗ്രഹം ഇടിക്കാൻ? ചെറിയ ആൾക്കാരൊന്നും പറ്റില്ല, അതാവുമ്പോ നല്ലോണം ആക്ഷൻ സീൻസും എടുക്കാലോ അല്ലേ? ഓക്കെ ഓക്കെ. പുള്ളിയുടെ സിനിമകളെല്ലാം കാണാറുണ്ടോ? അത്യാവശ്യം. ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാ? ബോക്സിംഗിലല്ല, അല്ലാതെ ടോട്ടലി മലയാളത്തില് ഏതിലും നടനെന്ന് വെച്ചാൽ മമ്മൂക്ക. ഓക്കേ, അടിപൊളി. മമ്മൂക്കയായിട്ട് വേണമെന്നൊന്നുമില്ലേ? മമ്മൂക്ക കോച്ചായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളായിരിക്കും, ആലോചിക്കാവുന്ന ഒരു സീനാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സിനിമ ചെയ്യാൻ അങ്ങനെ താല്പര്യമുണ്ടോ? സിനിമ എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഴുതുവാണെങ്കിൽ ബോക്സിംഗ് കഥ എഴുതുമായിരിക്കും? ബോക്സിംഗ് എൻ്റെ ഒരു മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ എൻ്റെ ഒരു ജേണിയും കൂടെ വെച്ചിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന രണ്ട് കുട്ടികളുണ്ട്. അവരുടെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് എനിക്കിത് ചെയ്യണമെന്ന് തോന്നുന്നത്. അവർക്ക് ട്രെയിനിങ്ങിൽ പോലും ഇപ്പൊ ഞാൻ പല കുട്ടികളുടെ ഫീസ് വാങ്ങിക്കാറില്ല. അപ്പൊ എന്നെ ഒരു 2-3 കോച്ചുമാർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഫീസ് വാങ്ങിക്കാതെ ചെയ്യിക്കരുത്. പക്ഷെ ചിലരുടെ വാങ്ങിക്കാൻ തോന്നത്തില്ല, കാര്യം സിറ്റുവേഷൻ കാണുമ്പോൾ. അപ്പൊ ബോക്സിങ് പഠിക്കാൻ വരാൻ ഫീസ് ഇല്ലാത്ത കാരണം അതിപ്പോ ഞാൻ പറഞ്ഞു ഈ ഫീസ് വേണ്ട എന്ന് പറഞ്ഞിട്ടും
അപ്പം എന്നിട്ട് പോലും അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് അവരുടെ വീട്ടിൽ അത്രയും സാഹചര്യം കാരണം അവർക്ക് കൊണ്ടാക്കാൻ പറ്റാതെ, പക്ഷെ നല്ല കഴിവുള്ള ആദ്യത്തെ ഞാൻ ബോക്സിംഗ് പഠിപ്പിച്ച ഒരു 3 മാസം കൊണ്ട് തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 പേർക്കും അത്യാവശ്യം ഈ ഒരു പെങ്കൊച്ചും ഒരു ആങ്കൊച്ചും 2 പേർക്കും നല്ല മെഡലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ആ ഒരു ടോണിൽ ഒരു സ്റ്റോറി ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു നമ്മളെ സ്പോർട്സ് കൗൺസിലിലെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഹോസ്റ്റലിൽ നടക്കുന്ന കുറച്ച് സംഭവം അങ്ങനെ വെച്ചിട്ടൊരു സാധനം. നടക്കട്ടെ, മൊത്തം കഥയും പറയണ്ട, പ്രശ്നമാവും. ഓക്കെ, അപ്പൊ റാപ്പിഡ് റൗണ്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള ബോക്സിംഗ് സിനിമ ഏതാണ്? എനിക്ക് റോക്കി തന്നെയാണ്. എപ്പോഴെങ്കിലും അവിടെയൊക്കെ പോയിട്ട് ഇതിന്റെ ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് അല്ലേ? അത്രയൊക്കെ അതും വൺ സെറ്റപ്പ് പരിപാടീസ് അല്ലേ അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള പടം റോക്കിയാണ്. ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ബോക്സിംഗ് പടങ്ങളിൽ, ലേറ്റസ്റ്റ് എന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും ബോക്സിംഗ് പടങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പടം ദാവീദ് എന്ന് പറയരുത്, ഓണസ്റ്റായിട്ട് ദാവീദാണെങ്കിൽ ദാവീദ് പറയാം, പക്ഷെ എന്നാലും ഏതാണ് ഏറ്റവും ഇഷ്ടമാണ് എങ്കിൽ പോലും അതിന് മുമ്പ് ദാവീദിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സർപ്പട്ട പരമ്പര ആര്യയുടെ, പിന്നെ ഒരു കുറച്ചുകൂടി ഒരു റിയൽ സ്റ്റോറി ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറുദുസുട്ട്. അതും നല്ലൊരു കിടിലം പടമാണ്. ഇറുദുസുട്ട് കണ്ടതിന് ശരിക്കൊരു ഗേളിന് കോച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് വന്നത്. ഞാൻ ഒരു ഗേളിന് കോച്ച് വെച്ചാൽ ആ കുട്ടിയെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിൽ താല്പര്യമില്ല, ബോക്സിങ്ങിന് വിടാൻ താല്പര്യമില്ല, പക്ഷെ ഈ കൊച്ചിന് ഭയങ്കര ആഗ്രഹം. ഇവള് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ ആയ സമയത്ത് നമുക്ക് ഇവരെ കൂട്ടുകാരെല്ലാം അവിടെ ചേർന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കേരള SM കോളേജ് ബോക്സിംഗ് ടീം ഒരു അതിനകത്ത് 10 പേര് കളിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 7 പേര് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരായിരിക്കും. അപ്പൊ SM കോളേജ് ഇപ്പൊ 2 പ്രാവശ്യം ഓവറോൾ അടിച്ചായിരുന്നു. 2020 ഇപ്പൊ ഈ കറന്റ് ഓവറോൾ ഇട്ട് SM കോളേജിനാണ് 2 പ്രാവശ്യം എന്റെ പിള്ളേർ തന്നെ കൂടുതലും അതിനകത്ത് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൊച്ചിനെ എല്ലാവരും ചേർന്ന് കളിപ്പിക്കാൻ കൊണ്ടുപോയി ഒരു കയറി റിങ്ങി കയറി ഫസ്റ്റ് ടൈം ഇടി കൊണ്ട് നിർത്തി ഇറങ്ങി. അപ്പോൾ ഇവള് കളിച്ചത് ഒരു നാഷണൽ മെഡലുള്ള കൊച്ചിനൂടെ. അപ്പം ഇവർക്ക് അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ബോക്സിങ് ചെയ്യണം, പക്ഷെ ഇവരെ വീട്ടിൽ നിന്ന് അതിന് വിടത്തുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഞാനോട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ് വീട്ടിൽ കുറച്ച് നിർബന്ധം പിടിക്കും. അപ്പോൾ വേറൊന്നിനും അല്ലല്ലോ, വേറെ തെറ്റായ കാര്യത്തിനൊന്നും അല്ലല്ലോ. അങ്ങനെ എൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് ഒരു 4 മാസം മുമ്പ് എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്ന് ഞാൻ കൊണ്ട് കളിപ്പിച്ചു. ഓൾഡ് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ വന്നു. ഓൾഡ് യൂണിവേഴ്സിറ്റി കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ വാശിയായി, സന്തോഷം. അവരെ വീട്ടുകാർക്കും ഇനി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത വർഷം കളിച്ചു. അടുത്ത വർഷം മെഡൽ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മെഡൽ വന്നു. ഓൾ ഇന്ത്യ പോയി. അതിനടുത്ത വർഷം മെഡൽ വന്നു. അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരി. അപ്പം എനിക്ക് അതിനുശേഷം പിന്നെ കുറെ ഗേൾസ് വരാൻ തുടങ്ങി, എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഗേൾസിന് അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത് മെഡൽ വരുന്ന ഈ കൊച്ചിനാ. അതുപോലെ എനിക്ക് ഇതിന്റെ ഇടയിൽ ചോദിക്കണം എന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോക്സിംഗിൽ ഇപ്പോൾ നമ്മൾ ഓരോ ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ കാണിക്കുന്നത് തെറ്റാണ്, പക്ഷെ എന്നാലും അങ്ങനെ കുറേ സീൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ താഴ്ന്ന് വരുന്ന അപ്പർ കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിലറിലും അതുപോലെ സിനിമയിലും ഭയങ്കര ഹിറ്റ് ആയുള്ള സാധനം. അപ്പോൾ ആ ഓരോ ആക്ഷൻസിന് എന്തൊക്കെയാണ് പറയാറുള്ളത്? ബേസിക്കലി നമുക്ക് 4 പഞ്ചസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പിള്ളേരെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്, ഞാനിപ്പോൾ നമ്മളെ കേരളത്തിലുള്ളവർ മിക്കവരും എല്ലാവരും പഠിപ്പിക്കുന്നത് ഇങ്ങനെ 1, ഈ ലെഫ്റ്റ് പഞ്ചിന് 1, റൈറ്റ് പഞ്ച് 2, പിന്നെ ഹുക്ക്, അപ്പർ കെട്ട്, ഈ 4 പഞ്ചസ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി പഞ്ചസിൻ്റെ പേരെന്ന് പറയുന്നത് ജാബ്, റൈറ്റ് പഞ്ചിന് ക്രോസ്, ഹുക്ക്, അപ്പർ കട്ട്. അപ്പോൾ അപ്പർ കട്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് അപ്പർ കട്ട് ഉണ്ട്, റൈറ്റ് അപ്പർ കട്ട് ഉണ്ട്, ഹുക്ക്, ലെഫ്റ്റ് ഹുക്ക്, റൈറ്റ് ഹുക്ക്, ഇത് രണ്ടും ഉണ്ട്. ഈ 4 പഞ്ചസ് മെയിനായിട്ടുള്ളൂ. പിന്നെ അതിൽ നിന്ന് നമ്മൾ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഡിഫൻസുകൾ നമ്മൾ സ്ലിപ്പ്, വീവ്, സ്റ്റെപ്പ് ബാക്ക്. സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ച് സ്ട്രൈറ്റ് വരുന്ന പഞ്ച് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഇപ്പം പഞ്ച് വീവ്, ഹുക്ക് പഞ്ചസ് ഒക്കെ ഇല്ലേ, ഹുക്ക് വരുന്ന പഞ്ചസ് ഇല്ലേ, നമ്മൾ അടി കൂടെ ഇങ്ങനെ വീവ് ചെയ്ത് വിടും, അത് വീവ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. പഞ്ച് വരുന്ന ഒരു പഞ്ച് അവൻ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് ബാക്കോട്ട് മാറും. സ്റ്റെപ്പ് ബാക്ക് നിന്നുകൊണ്ട് തന്നെ ബാക്ക് ചെയ്യും, സേവ് ബാക്ക് ചെയ്യും. അത് ഡഗ് ചെയ്യും. ഡഗ് എന്ന് പറഞ്ഞാൽ പഞ്ച് നേരെ വന്നിട്ട് ആ പഞ്ച് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കൊടുക്കും, പഞ്ച് മേളിൽ കൂടെ ഡഗ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഈ സെക്കൻഡ്സ് നിൽക്കുന്ന സമയമുണ്ടല്ലോ, അപ്പൊ ഈ വാക്കുകൾ തന്നെയാണോ പറയുക? അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സെക്കൻഡ്സ് ഒരുപാട് ഇപ്പൊ അമച്ചറിനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡിസ്റ്റർബ് കളിക്കുന്ന പ്ലെയറിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ റൂളിനകത്ത് ഒരുപാട് സംസാരിക്കാൻ ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അത് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റഫറി ഒരുപാട് റഫറി നമ്മളത് പറയും,
സൈലന്റ് ആവാൻ പറയും ഇങ്ങനെ. അതായത് റഫറിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല റിങ്ങിൽ. റഫറി ഇങ്ങനെ സ്റ്റോപ്പ്, ബ്രേക്ക്, അവർക്ക് അവരുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും പറ്റും. അല്ലല്ല, അവർക്ക് റൂളിൽ അങ്ങനെയാണ് ഉള്ളത്. റൂളിൽ കയറിയ റഫറിയാണ് റിങ്ങിലെ കിങ് എന്നൊരു റഫറിയാ. റഫറി തീരുമാനിക്കുന്നതാണ് നിയമം. റഫറിക്ക് എന്തും ചെയ്യാം. അപ്പൊ കളി നടക്കുന്ന ഒരു ഇഞ്ചുറിയോ എന്തെങ്കിലും പറ്റി ഡോക്ടറിനെ കാണിച്ചു, ഡോക്ടർ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ റഫറി സ്റ്റോപ്പ് ചെയ്ത് മറ്റവൻ കളിക്കുന്ന ഇടിയുണ്ട്. അപ്പൊ അവൻ എത്ര കളിക്കാന്ന് പറഞ്ഞിട്ട് റഫറിക്ക് അവൻ കളിക്കാൻ ഓക്കെ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ റഫറി സ്റ്റോപ്പ് ചെയ്ത് റഫറി സ്റ്റോപ്പ് ദ കോൺടെസ്റ്റ്, റഫറി സ്റ്റോപ്പ് RSC എന്ന് പറയുന്നതിന് റഫറി സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ റഫറി നമ്മൾ ഒരുപാട് സംസാരിച്ച് റഫറി ഇങ്ങനെ കൈ കാണിക്കും, മിണ്ടായിരിക്കാൻ പറയും. നമ്മളത് മിണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് നമ്മൾ നടന്ന് ഇതായിക്കൊണ്ടിരുന്ന റഫറി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എണ്ണിച്ച് പോയാൽ കളിപ്പിക്കാൻ പറ്റും. റഫറി നമ്മളത് പോകാൻ പറയും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ് മീറ്റിനൊക്കെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ഫുട്ബോൾ പോലെ തന്നെ യെല്ലോ കാർഡ് റെഡ് കാർഡ് പറയുന്ന പോലെ. അപ്പൊ ഇവർ റഫറി നമുക്ക് റഫറിക്ക് കളി നിയന്ത്രിക്കുന്ന റഫറിയാ. കളി നല്ലോണം നടത്തിക്കൊണ്ട് പോകുന്ന റഫറിയുടെ ചുമതല. അപ്പൊ റഫറിയാണ് അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. റിങ്ങിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന റഫറിയാ. അപ്പം ഇത് നടക്കുന്ന ഇടയിൽ അപ്പം ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ കളി വാച്ച് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവൻ ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് പഞ്ച് കയറി അടിക്കുക, നീ ഇപ്പോൾ ഡിഫെൻസ് ചെയ്തിട്ട് നീ ഇടിക്കുക, അല്ലെങ്കിൽ നീ സിപ്പ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നീ ഇന്ന കോമ്പിനേഷൻ എറിയും. ഇപ്പോൾ നമ്മൾ കൂടുതലും കോമ്പിനേഷൻസ് അറിയാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പഞ്ച് അറിയുന്ന സംഭവങ്ങളെല്ലാം കോമ്പിനേഷൻസാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ 1 2 ഇപ്പോൾ നമ്മൾ അതിനെ ഈ 1 2 ആയിട്ട് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജാബ് ക്രോസ് ഹുക്ക് ഇങ്ങനെ പറയാനും നമ്മൾ 1 2 ലെഫ്റ്റ് ഹുക്ക്. പിന്നെ നമ്മൾ പഞ്ച് വാച്ച് ചെയ്ത് എന്നിട്ട് 1 ലെഫ്റ്റ് കിടിച്ചേ എന്ന് പറയും. അപ്പോൾ 1 ലെഫ്റ്റ് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അവന് കളിക്കുമ്പോൾ എപ്പോഴും അവിടെ വാച്ച് ചെയ്യണം. ചെവി ഒരു ചെവി നീ ഇവിടെ എൻ്റെ അടുത്ത്, ഞാൻ പറയില്ല, ഒരു ചെവി നീ എൻ്റെ അടുത്ത് വെച്ചേരെ, വാക്കി നീ കോൺസെൻട്രേഷൻ അവിടെ കൊടുത്താൽ മതി, ഞാൻ പറയുന്ന സാധനം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അത് ചിലപ്പോൾ നമ്മൾ ആ പറയുന്ന സാധനം അപ്പം അറ്റാക്ക് ചെയ്താൽ അപ്പോൾ അവന് അത് ഈ കുടി കൊള്ളും. കാരണം നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റില്ല അവൻ എന്തോ ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ വാച്ച് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് ചെയ്യുന്നത്. ഈ ബോക്സിംഗിൽ റിങ്ങിലുള്ളത് പോലെ തന്നെ പുറത്തുള്ളവരും ഭയങ്കരമായിട്ടുള്ള ഒരു റോള് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും ഒക്കെ ഒത്തിരി പണിയുണ്ട്. ബ്രോ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ വേണേ. അതായത് ബോക്സിംഗ് ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ബോക്സിംഗ് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്, എന്താണ് ബ്രോയ്ക്ക് അതിനകത്ത് പറയാനുള്ളത്? അതായത് ചിലർ ഈ ഇടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നിൽക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അവരോടും കൂടെ ചേർന്നിട്ട്. ഇടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോക്സിംഗ് സത്യം പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് ഡിഫൻസ് പോലെ ആണെങ്കിൽ പഠിക്കാം. ഓക്കെ, അങ്ങനെ പഠിക്കാം. പാഷനായിട്ട് പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്, സെൽഫ് ഡിഫൻസ് പഠിക്കാൻ ആളുകളുണ്ട്, പ്രൊഫഷണലായിട്ട് പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്, 3 ടൈപ്പ് ആളുകളുണ്ട്. പഠിക്കാം. അപ്പം അതിനകത്ത് ഇപ്പം ചിലർക്ക് ഇപ്പം ഗേൾസിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ഗേൾസിനും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രതികരിക്കണം എന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആ പ്രതികരിക്കാനുള്ള ടൈമിൽ അത് വരത്തില്ല. അവര് ഞാൻ ഇങ്ങനെ പ്രതികരിക്കും. അപ്പൊ അവർ അതുകൊണ്ട് ഇവർ മിണ്ടാതിരുന്നിട്ട് അല്ലെങ്കിൽ കരയുക എന്തെങ്കിലും പരിപാടി ചെയ്യാം. ബോക്സിങ്ങിലോട്ട് അവർ വന്ന് ബോക്സിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് ആ ഒരു പ്രതികരണ ശേഷി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ വേറെ പയ്യൻ വന്നിട്ട് എനിക്ക് ഒരുത്തിന് ഇടിക്കണം, അതിന് വേണ്ടി അപ്പം ഇടിക്കണം. അങ്ങനെ ഇപ്പൊ ഇവ 2 ദിവസം മുമ്പ് ഒരാളെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഇതണക്ക് ദാവീദിൽ ഇങ്ങനെ ചേട്ടനല്ലേ, എനിക്ക് ഞാൻ കൊല്ലത്തുള്ള, അപ്പൊ എനിക്ക് ബോക്സിങ് പഠിക്കണമെന്നുണ്ട്. ഞാൻ ചോദിച്ചു വാ, അപ്പൊ എനിക്ക് ഇവിടെ ബോക്സിങ് പഠിച്ചാൽ ഇടിക്കാൻ പറ്റും. എന്തിനാ ഇടിക്കുന്നത്? അവർ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ഇടി ഉണ്ടായിരുന്നു, അവരെയൊക്കെ എനിക്ക് ഇടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇടിക്കാനായിട്ട് ബോക്സിങ്ങിന് വരണ്ട, നിനക്ക് ഞാൻ ബോക്സിങ് പഠിപ്പിച്ചതിന് ശേഷം നിനക്ക് ഇടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനെ കാണരുത്. അപ്പൊ ബ്രോ എനിക്കറിയാം ഇനി നമ്മൾ സംസാരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചിരിക്കും, ഒരുപാട് കഥകളുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും സിനിമയിലും അതുപോലെ തന്നെ ബോക്സിങ്ങിലും ഒക്കെ ബ്രോ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്കൊക്കെ തന്നെ ഇനി അങ്ങോട്ട് എത്താൻ പറ്റട്ടെ, ഒരുപാട് സിനിമയിലൂടെ കാണട്ടെ. അപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ. ഇനി വലിയ സ്റ്റാർ ആയി കഴിയുമ്പോൾ വരാതിരിക്കരുത്. നമ്മളെ ഒരു തമിഴ് സിനിമയിൽ ഇങ്ങനെ സിദ്ധാർത്ഥ നായകനായിട്ടുള്ള സിനിമയില് ഭൂമിക എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിന്റെ ഡയറക്ടർ പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു ഓഡിഷൻ പോലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ദാവീദ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വിളിച്ചത്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ വേറെ നല്ല രീതിയിൽ വേഷം കിട്ടും എന്ന രീതിയിലാണ് പോയത്. ഓഡിഷൻ എല്ലാം കഴിഞ്ഞ് തീർന്ന സമയത്ത് എന്റെ പറഞ്ഞ് ബോക്സറാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ബോക്സറാ, ഇന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫൈറ്റ് മാസ്റ്റർ വന്നു. ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട് എന്റെ ചോദിച്ചു എങ്ങനെ ആരുടെ വർക്ക് ചെയ്യുന്ന. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫൈറ്റ് മാസ്റ്റർ നമ്മളെ പ്രൊഫസറായിരുന്നു പറഞ്ഞു. ആ പ്രഭു എന്റെ കൂട്ടുകാരനാ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഷൂട്ട് ചെയ്ത ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിനെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്ത് ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എനിക്ക് കിക്ക് ബോക്സറുടെ വേഷമാണ്. ഞാൻ വീണ്ടും ബോക്സറോ അത് ഈ ഏതൊരു സിനിമയിലുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതായത് ചില സമയത്ത് കള്ളനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കള്ളനായിട്ട് തന്നെ, അപ്പൊ ബോക്സറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ബോക്സറായിട്ട് തന്നെ. പക്ഷെ എന്നാലും ഒരുപാട് റോളുകളൊക്കെ കിട്ടട്ടെ, അടിപൊളിയാവട്ടെ കാര്യങ്ങൾ. എന്തായാലും മാനേജ്മെന്റ് ഓഫീസിൽ വന്നതിന് ഒരുപാട് സന്തോഷം, ഇത്രയും കഥകൾ കേട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.